വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലാണ്. ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ നല്ല വെയിലാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് എന്നും മഴയാണല്ലോ. അതിനുശേഷം മുഖത്ത് രാവിലെ എഴുന്നേറ്റ ശേഷം ഐസ് ക്യൂബൊക്കെ വെച്ചു. പിന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ അടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടുക്കാൻ പോയായിരുന്നു. പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് റോളർ ഉണ്ടായിരുന്നു റോഡിൽ കിടന്ന്. അപ്പം നല്ല സൗണ്ടായിരുന്നു. ഞങ്ങളുടെ ഷെൽഫിൽ ഇരുന്ന ഫോട്ടോസും നമ്മുടെ ഫോണൊക്കെ താഴെ വീണു. പിന്നെ ഈ സ്റ്റെയർ കേസൊക്കെ നല്ല കുലുക്കായിരുന്നു. ഈ റോഡ് സൈഡിലായതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പൊട്ടുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്ത് ഇറങ്ങാൻ പറ്റുന്ന ചൂടാണ്. മുറ്റത്ത് ജസ്റ്റ് ഇറങ്ങി തന്നെ കുടയും കൊണ്ട് ഇറങ്ങണം. ഞാൻ നമ്മുടെ പഴയ അങ്ങോട്ട് പോയായിരുന്നു. അവിടെ ഫുള്ള് ഏലം പാലയാണ്. ഈ വിജൃംഭിച്ച് നിൽക്കുന്നതാണ് ഏലം പാല. പിന്നെ നമ്മുടെ റോക്കിക്കുട്ടനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവനെ കുളിപ്പിച്ചു. അതിനുശേഷം എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഒരു 2 മണി 3 മണി ആവാറായപ്പോഴത്തേനും നല്ല മഴക്കോളായിരുന്നു. ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് എന്നും മഴയാണല്ലോ, അപ്പം അങ്ങനെ നല്ല കോളുണ്ടായിരുന്നു. നല്ല കൊള്ളിയാനുണ്ടായിരുന്നു. എനിക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കുറച്ച് അടുക്കി പറക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു. ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട ഞാൻ അവിടെ തന്നെ വെച്ചേക്കാം. അതുകൊണ്ട് ഇന്ന് അതൊക്കെ ഒന്ന് അടുക്കി പറക്കി അതാത് സ്ഥാനത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഞാൻ ഇടാൻ എടുത്തുകൊണ്ട് പോയാൽ ഞാൻ ഇട്ടിട്ട് അവിടെ തന്നെ വെച്ചിട്ട് വരിക. അപ്പോൾ അതെല്ലാം പറക്കി എടുത്ത് അതിൻ്റെ ബോക്സുകളിലൊക്കെ ആക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും പുറത്ത് നല്ല മഴയായിരുന്നു. നല്ല കാറ്റും മഴയായിരുന്നു ഇന്ന്. മഴ മാനത്തുണ്ട്. അപ്പം നമ്മുടെ സ്ഥലത്ത് കറണ്ട് പോകും നമുക്കറിയാൻ വീട്ടിൽ. അങ്ങനെ കറണ്ടൊക്കെ പോയായിരുന്നു. മഴ, കാറ്റ്, കറണ്ടുമില്ല. അങ്ങനെ ഈ ചൂട് ഇത്രയും കൂടിയിരുന്ന സമയത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു മഴ കിട്ടിയത്. പിന്നെ ഞാൻ ഈ മഴയത്ത് പോയി ചൂട് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പോഴത്തേനും മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെടിയെല്ലാം കാറ്റത്ത് മൊത്തം പന്നലായി പോയായിരുന്നു. എൻ്റെ അടീനിയൊക്കെ ഒടിഞ്ഞു പോയി. പിന്നെ മുറ്റത്ത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബോട്ടൊക്കെ ഉണ്ടാക്കി വിട്ടായിരുന്നു. പിന്നെ മഴയത്ത് നല്ല ചൂട് കട്ടനും കുടിച്ചായിരുന്നു. കറണ്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കട്ടനും ലേസും ആയിരുന്നു കോമ്പിനേഷൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ തോന്നപ്പോൾ മുറ്റത്തോട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ എൻ്റെ അടീനിയൊക്കെ ഇതേ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് നിറച്ച് പോവായിരുന്നു. വെയിറ്റ് കാരണമാണോ ഒടിഞ്ഞെന്ന് വെച്ചാൽ അറിയത്തില്ല. അങ്ങനെ അതൊക്കെ ഞാനെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ച് വെച്ചായിരുന്നു. പിന്നെ ഞാൻ മഴയൊക്കെ തോന്നല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ റിക്കി വരിക പോയായിരുന്നു. അതേ ഇരിക്കുന്ന റിക്കി ചിരിക്കുക, പോസ് ചെയ്യൂ.
അങ്ങനെ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് മഴയൊക്കെ പോയി നല്ല തണുപ്പായി. ഇത് ആ ഭിത്തിയിരിക്കുന്ന ഗണപതി അമ്മയുടെ കലാവിരുതാണ്. മറ്റേ പിസ്തയുടെ ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഗണപതിയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകെ പോയി. ഞാൻ എനിക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാണ് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 ഇയർ ആവുകയാണ്. അപ്പോൾ ഈ മാസം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എഡിറ്റിംഗ് പരിപാടിയിലാണ് ഞാൻ. പിന്നെ ഇന്ന് മഴയൊക്കെ പെയ്തുകൊണ്ട് നക്ഷത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല കൊള്ളിയാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ നക്ഷത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. അപ്പം ഇന്നത്തെ ദിവസം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പം അടുത്തതായിട്ട് കാണുന്നതായിരിക്കും. ബൈ.